ആത്മനമസ്കാരം. ദേവീ മാഹാത്മ്യം മധ്യമചരിതം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ദേവീ മാഹാത്മ്യത്തിൽ മധ്യമചരിതത്തിൽ ദേവി അവതരിച്ച ചരിതം പറയുകയാണ്. അപ്പോൾ ദേവന്മാരുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് വരുന്ന തേജസ്സിനാൽ ദേവിക്കൊരു ശരീരമുണ്ടാവുകയും ദേവന്മാരിൽ നിന്നും തന്നെ ആ ദേവിക്ക് ആഭരണങ്ങളും ആയുധങ്ങളും ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ദേവി എന്തു ചെയ്തു എന്നാണ് ഇനി പറയുന്നത്. ശ്ലോകം 31. സമ്മാനിത നനാദ ഉച്ചൈഹി സാട്ടഹാസം സ അട്ടഹാസം മുഹുഹു മുഹുഹു തസ്യ നാദേന ഘോരേണ കൃത്സ്നം ആപൂരിതം നഭഃ. സമ്മാനിതയായ ദേവി, ദേവന്മാരിൽ നിന്നും ആഭരണങ്ങളും ആയുധങ്ങളും സമ്മാനമായി നേടിയ ആ ദേവി സാട്ടഹാസം ഉറക്കെ അട്ടഹസിച്ച്, അട്ടഹാസത്തോടുകൂടി മുഹുഹു മുഹുഹു വീണ്ടും വീണ്ടും പല പ്രാവശ്യം നനാദ ഉച്ചൈ ഉറക്കെ ശബ്ദമുണ്ടാക്കി ചിരിച്ചു എന്ന്. അപ്പോൾ എല്ലാ ദേവന്മാരിൽ നിന്നും ആഭരണങ്ങളും ആയുധങ്ങളും സമ്മാനമായി നേടിയ ദേവി അട്ടഹസിച്ചുകൊണ്ട് പല പ്രാവശ്യം വീണ്ടും വീണ്ടും ഉറക്കെ ചിരിച്ചു. തസ്യ ഘോരേണ നാദേന ദേവിയുടെ ആ ഘോരമായ ശബ്ദം കൊണ്ട് നഭഃ ആകാശം കൃഷ്ണം ആപൂരിതം ആകാശം മുഴുവനും നിറഞ്ഞുന്ന്. ദിക്കുകൾ തോറും ആ അട്ടഹാസം അലയടിച്ചു എന്നാ പറയുന്നത്. ഭൂമിയും ആകാശവും ഒക്കെ നിറഞ്ഞു ആ ഘോരമായ ശബ്ദം കൊണ്ട്. ശ്ലോകം 32. അമായത അതിമഹത പ്രതിശബ്ദഃ മഹാൻ അഭൂത് ചുക്ഷുഭുഃ സകല ലോകാഃ സമുദ്രാഃ ച ചഗംബിരേ. അമായത എന്ന് വെച്ചാൽ മായയല്ലാത്തത് എന്ന് വെച്ചാൽ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഭൗതികമായതും സർവചരാചരങ്ങളും ഇതെല്ലാം നമുക്ക് അളക്കാൻ കഴിയുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ എന്തിനേയും ഈ ലോകത്ത് കാണുന്നതെല്ലാം മായയാണ് എന്ന് നമുക്കറിയാം. മായയായിരിക്കുന്നതിനെയൊക്കെ നമുക്ക് അളക്കാനും സാധിക്കും. അത് എത്രയുണ്ട് എന്ന് നിർണയിക്കാനും സാധിക്കും. എന്നാൽ അമായത എന്ന് വെച്ചാൽ അളക്കാൻ കഴിയാത്തത് എന്നർത്ഥം. അപ്പോൾ അളക്കാൻ കഴിയാത്ത അതിമഹത്തായ ആ ദേവിയുടെ അട്ടഹാസ ശബ്ദം, ആ ശബ്ദത്തിന് പ്രതിശബ്ദ മഹത്തായ ഒരു പ്രതിധ്വനിയും അഭൂത് ഉണ്ടായി. അപ്പൊ ദേവന്മാരുടെ ശരീരത്തിലെ തേജസ്സിനാൽ ശരീരം ഉണ്ടായി. ദേവന്മാരിനാൽ സമ്മാനിക്കപ്പെട്ട ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് സന്തോഷത്തോടുകൂടി ദേവി ഉറക്കെ അട്ടഹസിച്ചപ്പോൾ ആ ശബ്ദത്തിന് മഹത്തായ പ്രതിധ്വനിയും ലോകം മുഴുവനും അത് പ്രതിധ്വനിച്ചു. അതിനൊരു പ്രതിധ്വനി ശബ്ദവും ഉണ്ടായി. ഇനി സകലാലോക, അതായത് ആ ശബ്ദം കൊണ്ട് ആ ലോകം, എല്ലാ ലോകങ്ങളും ചക്ഷുഭുഹു കുലുങ്ങിന്ന്. ദേവിയുടെ അട്ടഹാസ ശബ്ദവും അതിൻ്റെ പ്രതിധ്വനിയും കൊണ്ട് ലോകം മുഴുവനും കുലുങ്ങി. അതുമാത്രമല്ല സമുദ്രാഹ ച ചഗംബിരേ, എല്ലാ സമുദ്രങ്ങളും ഇളകിമറിയാനും തുടങ്ങി. ആ അട്ടഹാസ ശബ്ദം കൊണ്ട് ലോകം മുഴുവനും കുലുങ്ങുകയും സമുദ്രങ്ങളൊക്കെ ഇളകിമറിയാനും തുടങ്ങി എന്നാണ് പറയുന്നത്. ചചാല വസുധാ ചേലുഹു സകലാഹ ച മഹീധരാഹ ജയ ഇതി ദേവാഹ ച മുദാ താം ഊജുഹു സിംഹവാഹിനീം. വസുധ ഭൂമിയും അതുപോലെ മഹീധര സകലാഹ ച മഹീധര എല്ലാ പർവ്വതങ്ങളും ചചാല വിറകൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമി ദേവിയുടെ അട്ടഹാസ ശബ്ദവും അതിൻ്റെ പ്രതിധ്വനിയും കൊണ്ട് ഭൂമിയും ചചാല ഇളകി. അതോടൊപ്പം എല്ലാ പർവ്വതങ്ങളും ചേലുഹു വിറച്ചു. എന്നാൽ
ഇത് കാണുമ്പോൾ, ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാവരും ഭയക്കുകയാണ് ചെയ്യുക. എന്നാൽ ദേവാഹ ച, ദേവന്മാർക്കെല്ലാം മുതാ, വളരെ സന്തോഷത്തോടു കൂടി സിംഹവാഹിനിയും, ആ സിംഹവാഹിനിയായ ദേവിക്ക് ജയ ഇതി ഊജു, അമ്മ ദേവി ജയിച്ചാലും എന്ന് ദേവിക്ക് അവർ ജയാഘോഷം മുഴക്കി എന്ന്. കാരണം അവർക്കറിയാം ദേവി അവതരിച്ചിരിക്കുന്നത് ലോകം മുഴുവനും കീഴടക്കിയിരിക്കുന്ന അസുരനെ വധിക്കാനാണ്, അത്രയും ശക്തിമാനെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ദേവിയുടെ ശക്തി പ്രഭാവം കൊണ്ടാണ് എല്ലായിടത്തും ഇങ്ങനെ ശബ്ദവും അട്ടഹാസവും വിറകൊള്ളുന്നത് എന്ന് ദേവന്മാർക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഭയന്നെങ്കിലും ദേവന്മാർ വളരെ സന്തോഷത്തോടു കൂടി ദേവി വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവിക്ക് വിജയാഘോഷം മുഴക്കി. തുഷ്ടുവുഹു മുനയഃ ച ഏനാം ഭക്തി നമ്ര ആത്മമൂർത്തയഃ. മുനയഃ ച ഏനാം, എല്ലാ മുനിഗണങ്ങളും ഭക്തി നമ്ര ആത്മമൂർത്തയഃ, ഭക്തി കൊണ്ട് വണങ്ങിയ ശരീരത്തോടു കൂടി ആ ദേവിയെ തുഷ്ടുവുഹു, സ്തുതിച്ചു എന്ന്. ഇപ്പൊ ദേവന്മാർ സന്തോഷാരവം മുഴക്കി, ദേവിക്ക് വിജയാഘോഷം മുഴക്കി. എന്നാൽ മുനിമാരെല്ലാവരും ഭക്തി കൊണ്ട് ശിരസ് വണങ്ങിയിട്ട് ആ ദേവിയെ സ്തുതിച്ചു. ഇനി ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യം അമര അരയഃ സന്നദ്ധ അഖില സൈന്യഃ തേ സമുത്തസ്തും ഉദായുധഃ. ഇവിടെ സമസ്തം ത്രൈലോക്യം, ത്രിലോകം മുഴുവനും സംക്ഷുബ്ധം, ഇളകിമറിയുന്നത് ദൃഷ്ട്വ, കണ്ടിട്ട്, അമര അരയഃ, അമരന്മാർ ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരും മഹിഷാസുരനും, അവർ സന്നദ്ധ അഖില സൈന്യാഹ, സജ്ജീകരിച്ച സൈന്യത്തോടു കൂടി, തയ്യാറാക്കി നിർത്തിയ സൈന്യത്തോടു കൂടി, ഉദായുധ, ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സമുത്തസ്തും, യുദ്ധത്തിനായി പുറപ്പെട്ടു എന്ന്. അപ്പൊ ദേവിയുടെ അട്ടഹാസ ശബ്ദം ദേവന്മാരും മുനിമാരും മാത്രമല്ല അസുരന്മാരും കേട്ടു. ത്രിലോകങ്ങൾ മുഴുവനും ഇങ്ങനെ വിറയ്ക്കുന്നത് അവർ കണ്ടു. അപ്പോ ദേവിയോട് യുദ്ധം ചെയ്യാനായി തയ്യാറാക്കി നിർത്തിയ സൈന്യങ്ങളോടും ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടും കൂടി അങ്ങനെ അസുരന്മാർ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടു. കിം ഏതത് ഇതി ക്രോധാത് ആഭാഷ്യ മഹിഷാസുരഃ അഭ്യധാവത തം ശബ്ദം അശേഷൈഹി അസുരൈഹി വൃതഃ. മഹിഷാസുരൻ കിം ഏതത് ഇതി, എന്താണിത് എന്ന് ക്രോധാത്, അതീവ കോപത്തോടെ, ആഭാഷ്യ, ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അശേഷൈഹി അസുരൈഹി വൃതഃ, എല്ലാ അസുരന്മാരാലും പരിവൃതനായി ചുറ്റപ്പെട്ടിട്ട്, ശബ്ദം തം അഭ്യതാവതഃ, ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവർ ഓടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശബ്ദം മഹിഷാസുരൻ കേട്ടപ്പോൾ എന്താണിത്, ഈ ഘോരമായ ശബ്ദം എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക്, എല്ലാ അസുര സൈന്യത്താലും ചുറ്റപ്പെട്ടിട്ട് മഹിഷാസുരനും അസുരന്മാരും ആ ശബ്ദം വരുന്ന ദിക്ക് ഏതെന്ന് നോക്കി ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവർ പാഞ്ഞു ചെന്നു എന്നാണ് പറയുന്നത്. സ ദദർശ തതോ ദേവീം വ്യാപ്ത ലോകത്രയാം ത്വിഷാ പാദ ആക്രാന്ത്യാ നധഭുവം കിരീടോല്ലിഖിതാം അംബരാം ക്ഷോഭിത അശേഷപാതാളാം ധനുർജ്യ നിസ്വനേന താം ദിശഃ ഭുജസഹസ്രേണ സമന്താത് വ്യാപ്യ സംസ്ഥിതാം. എങ്ങനെയുള്ള ദേവിയെയാണ് അങ്ങനെ മഹിഷാസുരൻ കണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ശബ്ദം കേട്ട ദിക്കിലേക്ക് മഹിഷാസുരനും അസുര സൈന്യവും പാഞ്ഞു ചെന്നല്ലോ. അപ്പോൾ അവർ ദേവിയെ കണ്ടു. അവർ കണ്ട ദേവിയുടെ രൂപം, എങ്ങനെയുള്ള ദേവിയെയാണ് അവർ കണ്ടത് എന്നാണ് ഈ 4 വരികളിലായിട്ട് പറയുന്നത്.
സഹ ആ മഹിഷാസുരൻ തതഹ അപ്പോൾ ദേവീം ദദർശ ദേവിയെ കണ്ടു എന്ന്. എങ്ങനെയുള്ള ദേവിയെ കണ്ടു അതാണ് ഇനി വിവരിക്കുന്നത്. വ്യാപ്ത ലോകത്രയാം ത്വിഷാം അതായത് സ്വന്തം ശോഭയാൽ 3 ലോകങ്ങളും പ്രകാശിപ്പിച്ചവളും. അതാണ് വ്യാപ്ത ലോകത്രയാം ത്വിഷാം. സ്വന്തം തേജസ് ശോഭയാൽ 3 ലോകത്തും പ്രകാശം പരത്തി വ്യാപിച്ചു നിൽക്കുന്നവളും. പാദ ആക്രാന്ത്യ നഥഭുവം തൻ്റെ പാദം കൊണ്ട് ഭൂമിയെ അമർത്തി ചവിട്ടിയവളും. അങ്ങനെ നദ ഭുവം എന്ന് വെച്ചാൽ ഭൂമി ഒന്ന് പതുക്കെ താഴ്ന്നു എന്ന് ദേവിയുടെ പാദം കൊണ്ടുള്ള ചവിട്ടേറ്റിട്ട് അങ്ങനെ നിൽക്കുന്ന ദേവിയെയും. അടുത്തത് കിരീടോല്ലിഖിതാം അംബരം ആകാശചുംബിയായ കിരീടത്തോടു കൂടിയവളും. ആകാശം മുട്ടെ തൊട്ടു നിൽക്കുന്നു ദേവിയുടെ കിരീടം. അത്രയ്ക്ക് ഉയരം, അത്രയ്ക്ക് വലിയ ശരീരം, അത്രയും വലിയ ശരീരത്തോടും കിരീടത്തോടു കൂടിയവളും. ക്ഷോഭിത അശേഷ പാതാളാം ധനുർജ നിസ്വനേനതാം തൻ്റെ വില്ലിൻ്റെ ഞാണൊലി ശബ്ദം കൊണ്ട്. ധനുർജ നിസ്വനേന തൻ്റെ വില്ലിൻ്റെ ഞാണൊലി ശബ്ദം കൊണ്ട്. ക്ഷോഭിത അശേഷ പാതാളം മുഴുക്കെ ക്ഷോഭിതം ഇളക്കി മറിച്ചവളും. ഭുജസഹസ്രേണ തൻ്റെ 1000 കൈകൾ കൊണ്ട്. സമന്താത് ദിശഃ ദിക്കുകളെല്ലാം. വ്യാപ്യ സംസ്ഥിതാം വ്യാപിച്ചു നിൽക്കുന്നവളുമായ ആ ദേവിയെയാണ് മഹിഷാസുരൻ കണ്ടത് എന്ന്. അപ്പോൾ തൻ്റെ ശോഭയാൽ 3 ലോകങ്ങളും വ്യാപിച്ചു നിൽക്കുന്നവളും. പാദം കൊണ്ട് ഭൂമിയെ അമർത്തി ചവിട്ടിയവളും. ആകാശം മുട്ടു നിൽക്കുന്ന കിരീടത്തോടു കൂടിയവളും. വില്ലിൻ്റെ ഞാണൊലി ശബ്ദം കൊണ്ട് പാതാളം മുഴുക്കെ ഇളക്കി മറിച്ചവളും. 1000 കൈകൾ കൊണ്ട് മുഴുവൻ ദിക്കുകളും വ്യാപിച്ചു നിൽക്കുന്നവളുമായ ആ ദേവിയെയാണ് മഹിഷാസുരൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്. തതഃ പ്രവവൃതേ യുദ്ധം തയാ ദേവ്യാ സുരദ്വിഷാം ശസ്ത്ര അസ്ത്രൈഃ ബഹുധാ മുക്തൈഃ ആദീപിത ദിഗന്ധരം. തതഃ അനന്തരം തയാ ദേവ്യ ആ ദേവിയും സുരദ്വിഷാം അസുരന്മാരും തമ്മിൽ. ശസ്ത്ര അസ്ത്രൈഹി ബഹുധ പലവിധത്തിലുള്ള ശസ്ത്രങ്ങൾ ആയുധങ്ങളും അസ്ത്രങ്ങളും പരസ്പരം പ്രയോഗിച്ച്. മുക്തൈഹി ആദീപിത ദിഗന്ധരം ദിഗന്ധരം എന്ന് വെച്ചാൽ ദിക്കുകളെല്ലാം. ആദീപിത പ്രകാശിക്കും വിധം വലിയൊരു യുദ്ധം പ്രവവൃതേ അവിടെ ആരംഭിച്ചു എന്ന്. അങ്ങനെ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ദേവിയും അസുരന്മാരും തമ്മിൽ പല വിധത്തിലുള്ള അസ്ത്രങ്ങളും ആയുധങ്ങളും പരസ്പരം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു ഘോരമായ യുദ്ധം അവിടെ ആരംഭിച്ചു. ഇനി മഹിഷാസുരന്റെ സൈന്യത്തിലെ പ്രധാനപ്പെട്ട സേനാനായകന്മാരെ കുറിച്ചാണ് കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ശ്ലോകം 40 മഹിഷാസുര സേനാനി ചിക്ഷുരാഖ്യോ മഹാസുരഃ യുയുധേ ചാമരഃ ച അന്യൈഃ ചതുരംഗ ബലാന്വിതഃ. മഹിഷാസുര സേനാനി മഹിഷാസുരന്റെ സേനാനിയായ ചിക്ഷുരാഖ്യഃ ചിക്ഷുരൻ എന്നു പേരുള്ള മഹാസുരനും. മഹാസുരഃ എന്നാൽ മഹാസുരനും. ചതുരംഗ ബലാന്വിതഃ ചതുരംഗ സേനയോടും. അന്യൈഹി ച മറ്റസുരന്മാരോടും കൂടി. ചാമരഃ ചാമരൻ എന്ന അസുരനും യുയുധേ യുദ്ധം ചെയ്തു എന്ന്. അപ്പൊ മഹിഷാസുരന്റെ സേനാനിയായ ചിക്ഷുരൻ എന്ന അസുരനും ചതുരംഗ സേനയോടും മറ്റസുരന്മാരോടും കൂടിയിട്ട് ചാമരൻ എന്ന അസുരനും ആ ദേവിയോട് യുദ്ധം ചെയ്തു. ശ്ലോകം 41 രഥാനാം അയുധൈഃ ഷഡ്ഭിഃ ഉദഗ്രാഖ്യോ മഹാസുരഃ അയുധ്യതാ അയുധാനാം ച സഹസ്രേണ മഹാഹനുഃ. അതായത് ഷഡ്ഭിഹി അയുധൈഹി. ഷഡ് എന്ന് വെച്ചാൽ 6, അയുധം എന്നാൽ 10,000. 6 10,000 പ്രാവശ്യം വരുമ്പോൾ 6ഉം 10,000 കൂടി ഗുണിക്കുമ്പോൾ 60,000. 60,000 രഥാനാം രഥങ്ങളുമായിട്ട്. ഉദഗ്രാഖ്യഃ മഹാസുരഃ ഉദഗ്രൻ എന്ന മഹാസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. ഇവിടെ കണക്കു പറയുന്നത് രഥങ്ങളുടെ എണ്ണാണ് കേട്ടോ. 60,000 രഥങ്ങളുമായി വന്ന് ഉദഗ്രൻ എന്ന അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. പിന്നെ അയുധ്യത അയുധാനാം ച സഹസ്രേണ മഹാഹനു. സഹസ്രം 1000, അയുധം 10,000. 1000ഉം 10,000ഉം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 കോടി. 1 കോടി രഥങ്ങളുമായി വന്ന് മഹാഹനു എന്ന അസുരനും ദേവിയോട് മഹായുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ
60,000 രഥങ്ങളുമായി വന്ന് ഉദഗ്രനും 1 കോടി രഥങ്ങളുമായി വന്ന് മഹാഹനു എന്ന അസുരനും ദേവിയോട് യുദ്ധം ചെയ്തു. പഞ്ചാശദ്ഭിഃ ച നിയുതൈഃ അസിലോമ മഹാസുരഃ അയുധാനാം ശതൈഃ ഷഡ്ഭിഃ ബാഷ്കലോ യുയുധേ രണേ. അസിലോമ മഹാസുരഃ, അസിലോമ എന്ന മഹാസുരൻ, പഞ്ചാശത് 50, നിയുതം 10 ലക്ഷം. അപ്പൊ 50 10 ലക്ഷം പ്രാവശ്യം വരുമ്പോൾ 5 കോടി. 50നെയും 10 ലക്ഷത്തെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 5 കോടി. 5 കോടി പടയോടുകൂടി വന്ന് അസിലോമ എന്ന മഹാസുരൻ ദേവിയോട് പൊരുതി. അതിനുശേഷം അയുധാനാം ശതൈഃ ഷഡ്ഭിഃ ബാഷ്കലോ യുയുധേ രണേ. ബാഷ്കലൻ എന്ന മഹാസുരൻ രണേ ആ യുദ്ധത്തിൽ അയുധം 10,000, ശതം 100, ഷഡ് 6. അപ്പൊ ആദ്യം 6നെയും 100നെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 600. 600നെ 10,000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 60 ലക്ഷം പടയോടുകൂടി വന്ന് ബാഷ്കലൻ എന്ന അസുരൻ ദേവിയോട് യുയുധേ യുദ്ധം ചെയ്തു എന്ന്. അപ്പൊ അസിലോമ എന്ന മഹാസുരൻ 5 കോടി പടയോടുകൂടി വന്നും ബാഷ്കലൻ എന്ന അസുരൻ 60 ലക്ഷം പടയോടുകൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു. അടുത്തത് ഗജവാജി സഹസ്രൗകൈഃ അനേകൈഃ പരിവാരിതഃ വൃതോ രഥാനാം കോട്യാ ച യുദ്ധേ തസ്മിൻ അയുധ്യത. പരിവാരിതഃ, പരിവാരിതൻ എന്ന മഹാസുരൻ ഗജവാജി സഹസ്രൗകൈ അനേകൈ, അനേകായിരം, സഹസ്രൗകൈ അനേകൈ എന്ന് വെച്ചാൽ അനേകായിരം ഗജം ആന, വാജി കുതിര, ആന കുതിര എന്നിവയോടുകൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു. അത് മാത്രമല്ല വൃതോ രഥാനാം കോട്യ, 1 കോടി രഥങ്ങളോടുകൂടി യുദ്ധേ ആ യുദ്ധത്തിൽ തസ്മിൻ അയുധ്യത ദേവിയോട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന്. അപ്പൊ പരിവാരിതൻ എന്ന മഹാസുരൻ അനേകായിരം ആനകളും കുതിരകളുമായി വന്നും അത് മാത്രമല്ല 1 കോടി രഥങ്ങളോടുകൂടിയും വന്ന് ആ ദേവിയോട് യുദ്ധം ചെയ്തു. ബിഡാലാഖ്യഃ അയുധാനാം ച പഞ്ചാശദ്ഭിഃ അധ അയുധൈഃ യുയുധേ സംയുഗേ തത്ര രഥാനാം പരിവാരിതഃ. ബിഡാലാഖ്യ, ബിഡാലൻ എന്ന മഹാസുരൻ തത്ര സംയുഗേ ആ യുദ്ധത്തിൽ അയുധാനാം, അയുധം എന്ന് വെച്ചാൽ 10,000, പഞ്ചാശത് എന്ന് വെച്ചാൽ 50, വീണ്ടും അയുധൈ എന്ന് വെച്ചാൽ വീണ്ടും 10,000. അപ്പോൾ 10,000 × 50 വീണ്ടും ഗുണിക്കുക, വീണ്ടും 10,000, അപ്പോൾ 500 കോടിയാണ് കിട്ടുന്നത്. 500 കോടി രഥങ്ങളുമായി പരിവാരിത ചുറ്റപ്പെട്ടുകൊണ്ട് വന്നിട്ട് രഥാനാം പരിവാരിത രഥങ്ങളുമായി ചുറ്റപ്പെട്ടു വന്നിട്ട് ദേവിയുമായി യുയുധേ യുദ്ധം ചെയ്തു എന്ന്. അപ്പൊ ബിഡാലൻ എന്ന അസുരൻ 500 കോടി രഥങ്ങളുമായി വന്നിട്ടാണ് ദേവിയോട് യുദ്ധം ചെയ്തത്. അപ്പോൾ മഹിഷാസുരൻ നിസാരക്കാരനല്ല, അത്രയ്ക്കും സൈനിക ശക്തി ഉണ്ടായിരുന്നു മഹിഷാസുരനെ എന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അന്യേച്ച തത്ര അയുധശഃ രഥ നാഗ ഹയൈഃ വൃതാഃ യുയുധുഃ സംയുഗേ ദേവ്യാ സഹ തത്ര മഹാസുരഃ. അന്യേച്ച മഹാസുരഃ, വേറെയും അനേകം മഹാസുരന്മാർ തത്ര അവിടെ, ആ സംയുഗേ അതായത് തത്ര സംയുഗേ ആ യുദ്ധത്തിൽ, അയുധശഃ അതായത് 10,000 രഥ നാഗ ഹയൈഃ വൃത, രഥം, നാഗം എന്നാൽ ആന എന്നാണ് ഇവിടെ അർത്ഥം, ആന. അപ്പൊ രഥം, ആന, ഹയൈ എന്ന് വെച്ചാൽ കുതിര, ഇവയോടുകൂടി വൃത ചുറ്റപ്പെട്ടുകൊണ്ട് വന്ന് സഹദേവ്യ ആ ദേവിയോട് യുയുധുഹു യുദ്ധം ചെയ്തു എന്ന്. അപ്പൊ വേറെയും അനേകം മഹാസുരന്മാർ 10,000 രഥങ്ങൾ, ആനകൾ, കുതിരകളുമായി വന്ന് ആ ദേവിയോട് യുദ്ധം ചെയ്തു. കോടി കോടി സഹസ്രൈസ്തു രഥാനാം ദന്തിനാം തഥാ ഹയാനാം ച വൃതോ യുദ്ധേ തത്ര അഭൂൻ മഹിഷാസുരഃ. കോടി കോടി സഹസ്രൈസ്തു,
അനേകം കോടി രഥാനാം ദന്തിനാം തഥാഹയാനാം, രഥങ്ങൾ, ആനകൾ, അതുപോലെ കുതിരകളാലും വൃതോ ചുറ്റപ്പെട്ടുകൊണ്ട് യുദ്ധേ ആ യുദ്ധഭൂമിയിൽ മഹിഷാസുരഹ അഭൂൻ, മഹിഷാസുരനും എത്തിച്ചേർന്നു എന്ന്. അപ്പൊ അനേകം കോടി രഥങ്ങളും ആനകളും കുതിരകളുമായി ചുറ്റപ്പെട്ടുകൊണ്ട് മഹിഷാസുരനും ദേവിയോട് യുദ്ധം ചെയ്യാൻ ആ യുദ്ധഭൂമിയിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ.